വെൽക്കം ടു NRI Well. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി പെർമിറ്റുകളുടെ എണ്ണം വീണ്ടും വെട്ടിക്കുറച്ചിരിക്കുകയാണ് കാനഡ. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് ഇത് തിരിച്ചടിയാകും. തുടർച്ചയായ രണ്ടാം വർഷവും സ്റ്റഡി പെർമിറ്റുകൾ കാനഡ വെട്ടിക്കുറച്ചത് വിദേശ വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്ക ഉയർത്തുന്നു. രാജ്യത്ത് റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വിലക്കയറ്റം പരിഗണിച്ചാണ് കാനഡയുടെ ഈ തീരുമാനം. ഈ വർഷം ആകെ 4,37,000 പെർമിറ്റുകൾ മാത്രമാണ് കാനഡ അനുവദിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അനുവദിച്ച സ്റ്റഡി പെർമിറ്റുകളുടെ എണ്ണം 10% കുറഞ്ഞു. 2024 മുതലാണ് കാനഡ വിദേശ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങിയത്. വിദ്യാർത്ഥികളുടെ അനിയന്ത്രിതമായ കുടിയേറ്റം രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും പൊതുജനാരോഗ്യ മേഖലയിലും വൻ വിലവർധനവിന് കാരണമായിരുന്നു. ഇതോടെ രാജ്യത്ത് പ്രതിഷേധങ്ങളും അരങ്ങേറി. 2023 6,50,000 വിദേശ വിദ്യാർത്ഥികൾക്കാണ് കാനഡ പെർമിറ്റ് നൽകിയത്. രാജ്യത്തേക്കുള്ള എക്കാലത്തെയും വലിയ കുടിയേറ്റമായിരുന്നു ഇതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികൾ അല്ലാതെയുള്ള പ്രൊഫഷണലുകളും കാനഡ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയതോടെ അത്യാവശ്യ മേഖലകളിലെല്ലാം വിലക്കയറ്റമുണ്ടായി. കുടിയേറ്റ നയത്തിന്റെ പേരിൽ കനേഡിയൻ സർക്കാർ വലിയ വിമർശനമാണ് നേരിട്ടത്. ഗ്രൂപ്പ് ഫ്രീ വിസ നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് റഷ്യ. ഇന്ത്യയുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് മോസ്കോ സിറ്റി ടൂറിസം കമ്മിറ്റി. ഒരു ഗ്രൂപ്പിൽ ഒരുമിച്ച് നിശ്ചിത എണ്ണം സഞ്ചാരികൾക്ക് റഷ്യയിലേക്ക് എത്താൻ ഇനി വിസ പേടി വേണ്ട. എന്നാൽ സഞ്ചാരികളുടെ എണ്ണം കൃത്യമായിരിക്കണം. ഇതു സംബന്ധിച്ച ചർച്ചകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യയിലേക്ക് എത്തുന്ന സഞ്ചാരികളിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. അതിനാൽ റഷ്യയുടെ മുൻഗണനാ വിപണിയാണ് ഇന്ത്യ. ചൈനയാണ് റഷ്യയുടെ വിദേശ സഞ്ചാരികളിൽ മുന്നിലുള്ളത്. ഒരു യാത്രയ്ക്ക് $2,000 വീതം ഓരോ ഇന്ത്യൻ സഞ്ചാരിയും ചെലവഴിക്കുന്നുണ്ടെന്നാണ് റഷ്യയുടെ കണ്ടെത്തൽ. ഈ തുക ഫലപ്രദമായി രാജ്യത്തിന്റെ വരുമാനമാക്കി മാറ്റാനുള്ള നീക്കമാണ് രാജ്യം നടത്തുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള ആദ്യ 9 മാസങ്ങളിൽ 61,000 ഇന്ത്യക്കാർ ഉൾപ്പെടെ 19.7 ദശലക്ഷം സഞ്ചാരികളാണ് റഷ്യയിലെത്തിയത്. ഫിൻലാൻഡിൽ സ്ഥിരതാമസ പെർമിറ്റ് ലഭിക്കണമെങ്കിൽ ഇനി കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. നിയമവ്യവസ്ഥകൾ കർശനമാക്കിയിരിക്കുകയാണ് ഫിന്നിഷ് സർക്കാർ. സ്ഥിരതാമസ പെർമിറ്റ് നിയമങ്ങൾ കർശനമാക്കുകയാണ് ഫിന്നിഷ് സർക്കാർ. ഇത് സംബന്ധിച്ച വിവരം ഫിന്നിഷ് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു. തുടർച്ചയായി 4 വർഷം രാജ്യത്ത് താമസിക്കുന്നവർക്കാണ് നിലവിൽ സ്ഥിരതാമസ പെർമിറ്റ് ലഭിക്കുന്നത്. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഫിൻലാൻഡിൽ 6 വർഷം താമസിക്കുന്നവർക്കായിരിക്കും സ്ഥിരതാമസ പെർമിറ്റ് ലഭിക്കുക. സ്വീഡിഷ് അല്ലെങ്കിൽ ഫിന്നിഷ് ഭാഷയിൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. രാജ്യത്ത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണമെന്നതാണ് സ്ഥിരതാമസ പെർമിറ്റിനുള്ള നിബന്ധനകൾ. എന്നാൽ ഇതിൽ ചില ഇളവുകളും അനുവദിക്കും. പ്രതിവർഷം കുറഞ്ഞത് 40,000 യൂറോ സമ്പാദിക്കുക, ഫിൻലാൻഡിൽ അംഗീകരിക്കപ്പെട്ട ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കുക, ഫിന്നിഷ്, സ്വീഡിഷ് ഭാഷാ വൈദഗ്ധ്യം എന്നിവയിൽ ഏതെങ്കിലും പാലിക്കുന്നവർക്ക് 4 വർഷത്തെ താമസത്തിനു ശേഷവും സ്ഥിരതാമസ പെർമിറ്റുകൾ ലഭിക്കും. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവർ റെസിഡന്റ് പെർമിറ്റിനായി അപേക്ഷിച്ചാൽ താമസം നേരിട്ടാക്കാമെന്നും അധികൃതർ പറയുന്നു. ബ്രിട്ടനിൽ ജീവനക്കാരുടെ പ്രവൃത്തി ദിനങ്ങളിൽ വിപ്ലവകരമായ മാറ്റം വരുന്നു. 200-ലധികം കമ്പനികളാണ് ആഴ്ചയിൽ 4 ദിവസം മാത്രം ജോലി ചെയ്താൽ മതിയെന്ന തീരുമാനം എടുത്തിരിക്കുന്നത്. ബ്രിട്ടനിലെ ജീവനക്കാർക്ക് സന്തോഷിക്കാം. 200 കമ്പനികളാកആഴ്ചയിൽ 4 ദിവസം മാത്രം പ്രവൃത്തി ദിനമാക്കിയിരിക്കുന്നത്. ജീവനക്കാരുടെ ശമ്പളത്തിൽ കുറവ് വരാതെയായിരിക്കും ഇത് നടപ്പിലാക്കുക. ഏകദേശം 5,000-ഓളം ജീവനക്കാർക്ക് ഇത് പ്രയോജനപ്പെടും. ക്രിയേറ്റീവ് ആർട്സ് ആൻഡ് ഡിസൈൻ, എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ്, റിക്രൂട്ട്മെന്റ് ആൻഡ് HR, ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് തുടങ്ങിയ മേഖലകളിലെ കമ്പനികൾ ആഴ്ചയിൽ 4 ദിവസം പ്രവൃത്തി ദിനമാക്കിയവയിൽ ഉൾപ്പെടുന്നു. UK-യിലെ 6% ജീവനക്കാർ ഇതിനകം തന്നെ 4 ദിവസം ആഴ്ചയിൽ ജോലി ചെയ്യുന്നതായി വ്യക്തമാക്കി. ആഴ്ചയിൽ 4 ദിവസം മാത്രം ജോലി ചെയ്യുക വഴി ആളുകൾക്ക് കൂടുതൽ ഒഴിവ് സമയം ലഭിക്കുന്നതിനും കൂടുതൽ സന്തോഷകരവും സംതൃപ്തവുമായ ജീവിതം നയിക്കുന്നതിനും സാധിക്കും. തൊഴിലാളികൾക്ക് മാത്രമല്ല, തൊഴിലുടമകൾക്കും ഇതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കോവിഡ് സമയത്ത് വർക്ക് ഫ്രം ഹോം ആക്കിയതിനാൽ പല കമ്പനികളും ജീവനക്കാരെ തിരികെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ കഷ്ടപ്പെടുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിൽ 4 ദിവസം പ്രവൃത്തി ദിനമാക്കുന്നത് കൂടുതൽ ജീവനക്കാർക്ക് സ്വീകാര്യമാകുമെന്നാണ് കരുതുന്നത്. ചൈനീസ് സർവകലാശാലകളോട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രിയമേറുന്നു. മെച്ചപ്പെട്ട നയതന്ത്ര ബന്ധങ്ങളും ലളിതമാക്കിയ വിസ നടപടിക്രമങ്ങളും ചൈനയിലേക്ക് പഠനത്തിന് പോകാനുള്ള ഇന്ത്യക്കാരുടെ താൽപ്പര്യം വർദ്ധിപ്പിക്കുകയാണ്.
നയതന്ത്ര ബന്ധങ്ങളിലെ സമീപകാല പുരോഗതി, നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കൽ, വിസ നടപടിക്രമങ്ങൾ ലഘൂകരിക്കൽ എന്നിവ താങ്ങാവുന്ന പഠന ഓപ്ഷനുകളായി തിരയുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ചൈനയോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുന്നു. വരാനിരിക്കുന്ന അക്കാദമിക് സെഷനുകളിൽ ചൈനീസ് സർവകലാശാലകളിലെ എൻറോൺമെന്റിൽ വർധനവുണ്ടാകുമെന്നാണ് സൂചന. ചൈനയിലേക്കുള്ള വിദ്യാർത്ഥി പ്രവാഹത്തിൽ ചരിത്രപരമായി ആധിപത്യം പുലർത്തിയ മെഡിക്കൽ ഉദ്യോഗാർത്ഥികൾ വലിയ തോതിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചൈനീസ് സ്റ്റാർട്ടപ്പ് ഡീപ്സീക്ക് AI ഘട്ടത്തിലേക്ക് കുതിച്ചതിനു ശേഷം അടുത്ത ദിവസങ്ങളിൽ പഠനത്തിനായി അന്വേഷിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി. കോവിഡിനു മുമ്പ് 20,000 മുതൽ 25,000 വരെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രതിവർഷം ചൈനയിൽ വിദ്യാഭ്യാസം നേടിയിരുന്നു. ഭൂരിപക്ഷവും മെഡിക്കൽ പ്രോഗ്രാമുകളിലേക്കാണ് ചേരുന്നത്. വരും മാസങ്ങളിൽ ചൈനയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ധാരാളം പേർ വിദ്യാഭ്യാസത്തിനായി പോകുമെന്നാണ് പ്രതീക്ഷ. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. UAE-യിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ഏകീകൃത ലൈസൻസിംഗ് സംവിധാനം വരുന്നു. പുതിയ സംവിധാനത്തിലൂടെ ലൈസൻസ് നേടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് രാജ്യത്തെ ഏത് മെഡിക്കൽ സ്ഥാപനത്തിലും ജോലി ചെയ്യാം. തൊഴിലാളികൾക്കുള്ള പാർപ്പിട നിയമങ്ങൾ പരിഷ്കരിച്ച് കുവൈറ്റ്. തൊഴിലാളികൾക്ക് മികച്ച ഭവന സൗകര്യം അനുവദിക്കാത്ത കമ്പനികൾക്ക് പുതിയ നിയമം തിരിച്ചടിയാകും. മിഡിൽ ഈസ്റ്റിലെ ആദ്യ പഞ്ചനക്ഷത്ര ആഡംബര ട്രെയിൻ സൗദി അറേബ്യയിൽ. 2026 ആഡംബര ട്രെയിൻ സർവീസ് ആരംഭിക്കും. മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിലേക്ക് സന്ദർശകരുടെ പ്രവാഹം. ഇതുവരെ ആഘോഷത്തിൽ പങ്കെടുത്തത് 10 ലക്ഷം പേർ. മക്കയിലെയും മദീനയിലെയും റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ വിദേശികൾക്ക് നിക്ഷേപാവസരം. രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. കടലു കാണാൻ കൊതിക്കുന്നവരുടെ നാട്. ഇവിടെ സ്വന്തമായി കറൻസിയുമില്ല, സൈന്യവുമില്ല, ഭാഷയുമില്ല. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. തിന്നുമ്പോൾ പുക വരുന്ന ഒരു വിഭവം. തെക്കൻ ഏഷ്യക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടത്. കാണാം ഡിഷസ്.